ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ എത്ര ചർച്ചകളാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് അറിയോ? ഈ കാണുന്ന കടകളെല്ലാം പൊളിച്ച് അവിടെ ഒരു ഫ്ലൈ ഓവർ വരണമെന്ന തീരുമാനം വരെ ഉണ്ടായി. അങ്ങനെ നഗരത്തിന് നടുവിലൂടെ ഒരു മേൽപ്പാലം വന്നാൽ കൊട്ടാരക്കര ഒന്നാകെ ശ്വാസം മുട്ടിക്കുമെന്നും കച്ചവടങ്ങളെ അത് സാരമായി ബാധിക്കുമെന്ന വിലയിരുത്തലുണ്ടായി. ഏതാണ്ട് 40 വർഷമായി കൊട്ടാരക്കരയിലെ ഗതാഗത കുരുക്ക് പലതവണ ചർച്ചയാകുന്നുണ്ടായിരുന്നു. എന്നാൽ 2021 കൊട്ടാരക്കരയുടെ MLA ആയി KN ബാലഗോപാൽ തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് അതിനൊരു ശാശ്വത പരിഹാരം നിർദ്ദേശിക്കപ്പെടുന്നത്. 1.5 വർഷത്തെ സമഗ്രമായ പഠനങ്ങൾക്കൊടുവിൽ കൊട്ടാരക്കരയ്ക്ക് വേണ്ടത് ബൈപ്പാസ് ആണെന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ ബൈപ്പാസ് എന്ന തീരുമാനത്തിലെത്തി. പിന്നീട് 2.5 വർഷത്തിനുള്ളിൽ വളരെ വേഗത്തിൽ ഫയലുകൾ നീക്കി ബൈപ്പാസിന്റെ അലൈൻമെന്റ് പൂർത്തിയാക്കി. ജനവാസ മേഖലകൾ പരമാവധി ഒഴിവാക്കി പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിച്ച് അലൈൻമെന്റ് ശരിയാക്കാൻ ഏകദേശം 1 വർഷമെടുത്തു. കൊട്ടാരക്കര തിരുവനന്തപുരം MC റോഡിൽ ലോവർ കരിക്കത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന ബൈപ്പാസ് മൈലം വില്ലേജ് ഓഫീസിന് സമീപം എത്തിച്ചേരും. 4 വരി ക്യാരേജ് വേ, നടപ്പാത, ഡ്രെയിനേജ്, വഴിവിളക്കുകൾ, BMDC ടാറിംഗ് തുടങ്ങി രാജ്യാന്തര നിലവാരത്തിലാണ് റോഡിന്റെ നിർമ്മാണം. പുലമൺ തോടിന് കുറുകെ 3 പാലങ്ങളും ദേശീയപാതയിൽ ഒരു മേൽപ്പാതയും വരും. ബൈപ്പാസിന്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായ കേരള റോഡ് ഫണ്ട് ബോർഡ് ഭൂമി പരിശോധനകൾ, വകുപ്പുകളുമായുള്ള ആശയവിനിമയങ്ങൾ എന്നിവയുമായി മുന്നോട്ടു പോയി. 2023 ധനകാര്യമന്ത്രി KN ബാലഗോപാൽ കിഫ്ബിയിൽ നിന്ന് 110 കോടി രൂപ ബൈപ്പാസിന്റെ ഭൂമി ഏറ്റെടുക്കലിനായി അനുവദിപ്പിച്ചു. 6.24 ഹെക്ടർ ഭൂമിയാണ് റോഡ് നിർമ്മാണത്തിനായി ഏറ്റെടുക്കേണ്ടി വരുന്നത്. 4 വരി പാതയായി വിഭാവനം ചെയ്തിരിക്കുന്ന ബൈപ്പാസിന്റെ ആകെ നീളം 2.8 കിലോമീറ്റർ ആണ്. പരിസ്ഥിതി അനുമതികൾ, സാമൂഹിക ആഘാത പഠനം എന്നിവയെല്ലാം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ ഏകദേശം 2 വർഷം വേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ബൈപ്പാസിന്റെ നിർമ്മാണത്തിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ലെവൽ 1 വിജ്ഞാപനം പുറത്തിറങ്ങി. ഇനി ബൈപ്പാസിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കുകയാണ്. ആക്ഷേപങ്ങൾ ഇല്ലാത്തവർക്ക് നഷ്ടപരിഹാരം നൽകി തുടങ്ങും. മുഴുവൻ ഭൂമിയും ഏറ്റെടുത്താൽ ഉടൻ തന്നെ നിർമ്മാണം. 1.5 വർഷത്തിനകം ഫ്ലൈ ഓവറും റോഡും പൂർത്തിയാക്കാനാകും. ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഏറ്റവും ശ്രമകരമായ ഘട്ടമാണ് നാം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. ബൈപ്പാസ് മാത്രമല്ല, പറഞ്ഞതെല്ലാം ഒന്നൊഴിയാതെ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ബൈപ്പാസ് എന്ന പ്രതീക്ഷ ഉടൻ യാഥാർത്ഥ്യമാകും.